എനിക്കെതിരെ പോലീസ് ഒരു പോക്സോ കേസ് എടുത്തത് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഇതേക്കുറിച്ച് ഞാൻ പത്രമാധ്യമക്കാരോടൊരു വിശദീകരണം നൽകിയിരുന്നു. എൻ്റെ ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റ് എഴുതിയിരുന്നു. പക്ഷെ എനിക്ക് അങ്ങോട്ട് വിഷമം സഹിക്കാൻ പറ്റുന്നില്ല. ഇവർ ഈ ചെയ്തത് വളരെ അന്യായമായിട്ടുള്ള കാര്യമാണ്. ഞാൻ വിരമിച്ച ഒരു DGP ആണ്. എന്നിട്ടും ഒരു കള്ള കേസ് എനിക്കെതിരെ എടുത്തതിന് എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. ഇങ്ങനെയാണോ കേരള പോലീസ് ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു വിരമിച്ച DGPക്കെതിരെ ഇതുപോലെ ഒരു FIR ഇട്ടിട്ട് പത്രങ്ങളിലൂടെ പരസ്യം നൽകുന്ന ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ഒരു കേസ് ഫയൽ ചെയ്യുന്ന സമയത്ത് ഇത് തെറ്റായിരുന്നു എന്നറിയാത്തതല്ല കേരള പോലീസ്. കാരണം 3 വർഷത്തിന് താഴെ മാത്രമുള്ള ശിക്ഷയ്ക്ക് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത CRPCയുടെ പുതിയ നിയമപ്രകാരം അതിന്റെ 514 വകുപ്പ് പ്രകാരം ഒരു പീരിയഡ് ഓഫ് ലിമിറ്റേഷൻ ഉണ്ട്. സമയപരിധിക്കകത്ത് കേസ് കൊടുത്തിരിക്കണം എന്ന ഒരു ക്ലോസ് ഉണ്ട്. ഞാൻ ഈ ചെയ്തു എന്ന് പറയുന്ന ഒഫൻസ് 2016 10 വർഷം മുമ്പ് എന്റെ ബ്ലോഗ് പോസ്റ്റിലൂടെ, പിന്നെ 2022 ഓഗസ്റ്റില് എന്റെ വീഡിയോ ചാനലിലൂടെ ഞാൻ ചെയ്ത കുറ്റം എന്ന് പറയുന്നത് ഇരയുടെ പേര് വെളിപ്പെടുത്തി എന്നുള്ളതാണ്. ആ ഒരു കുറ്റകൃത്യത്തിന്റെ പരമാവധി 2 വർഷമേ പണിഷ്മെന്റ് ഉള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്യേണ്ടത് സംഭവം നടന്ന 3 വർഷത്തിനകം ആണ്. പക്ഷെ പരാതിക്കാരൻ 3.5 വർഷത്തിന് ശേഷമാണ് ഈ പരാതിയുമായിട്ട് പോയിരിക്കുന്നത്. ഒറ്റ കാരണം കൊണ്ട് ആ കേസ് എടുക്കാതിരിക്കാം. പക്ഷെ അതെടുത്തു. CMP ആയിട്ട് കൊടുത്ത ഒരു കേസാണെങ്കിൽ പോലും ഇതിനകത്ത് എന്റെ ഒരു വിശദീകരണം ഇതേവരെ ചോദിച്ചിട്ടില്ല. കോടതി എനിക്ക് നോട്ടീസ് തന്നിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിച്ചൊരു മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനൊരു വിശദീകരണം കോടതി പോലീസിനോട് ചോദിച്ചു. മ്യൂസിയം SHO അതിന് തൃപ്തികരമായ മറുപടി കൊടുത്തില്ല. അത് മനഃപൂർവ്വമല്ലേ? എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കില്ലേ നിയമവശം വെച്ച് എഴുതിയാൽ FIR ഇടാൻ പറ്റില്ല. അതുകൊണ്ട് മനഃപൂർവ്വം FIR ഇട്ട് മനഃപൂർവ്വം എനിക്കെതിരെ വ്യക്തിഹത്യ നടത്താനായിട്ട് ആരൊക്കെയോ ചേർന്ന് പോലീസിനെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു കേസാണ് ഇത് എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഇത് ഞാൻ ഹൈക്കോടതിയിൽ പോയി ക്വാഷ് ചെയ്ത് വാങ്ങിക്കാൻ തന്നെ തീരുമാനിച്ചു. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ എനിക്ക് പിന്തുണയുമായിട്ട് എത്തിയത് കൊണ്ട് ഞാനിപ്പോൾ ഒരുറച്ച തീരുമാനത്തിൽ എത്തി നിൽക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാൻ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും. എന്നെ പോലെയുള്ള ഒരാൾക്ക് പോലീസിൽ നിന്ന് ഇത്തരം അനുഭവമാണ് ലഭിക്കുന്നതെന്നുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് എന്തായിരിക്കും സ്ഥിതി? ഇത് മാറണം, മാറിയേ തീരൂ. മാറാത്തത് ഇനി മാറും, ഉറപ്പ്. എന്റെ എല്ലാ പ്രിയപ്പെട്ടവരും എനിക്ക് നൽകുന്ന ഈ പിന്തുണയും സ്നേഹവും വിലമതിക്കാനാവാത്തതാണ്. വളരെ നന്ദി. എനിക്കെതിരെ പോലീസ് ഒരു പോക്സോ കേസ് എടുത്തത് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഇതേക്കുറിച്ച് ഞാൻ പത്രമാധ്യമക്കാരോടൊരു വിശദീകരണം നൽകിയിരുന്നു. എൻ്റെ ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റ് എഴുതിയിരുന്നു. പക്ഷെ എനിക്ക് അങ്ങോട്ട് വിഷമം സഹിക്കാൻ പറ്റുന്നില്ല. ഇവർ ഈ ചെയ്തത് വളരെ അന്യായമായിട്ടുള്ള കാര്യമാണ്. ഞാൻ വിരമിച്ച ഒരു DGP ആണ്. എന്നിട്ടും ഒരു കള്ള കേസ് എനിക്കെതിരെ എടുത്തതിന് എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. ഇങ്ങനെയാണോ കേരള പോലീസ് ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു വിരമിച്ച DGPക്കെതിരെ ഇതുപോലെ ഒരു FIR ഇട്ടിട്ട് പത്രങ്ങളിലൂടെ പരസ്യം നൽകുന്ന ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ഒരു കേസ് ഫയൽ ചെയ്യുന്ന സമയത്ത് ഇത് തെറ്റായിരുന്നു എന്നറിയാത്തതല്ല കേരള പോലീസ്. കാരണം 3 വർഷത്തിന് താഴെ മാത്രമുള്ള ശിക്ഷയ്ക്ക് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത CRPCയുടെ പുതിയ നിയമപ്രകാരം അതിന്റെ 514 വകുപ്പ് പ്രകാരം ഒരു പീരിയഡ് ഓഫ് ലിമിറ്റേഷൻ ഉണ്ട്. സമയപരിധിക്കകത്ത് കേസ് കൊടുത്തിരിക്കണം എന്ന ഒരു ക്ലോസ് ഉണ്ട്. ഞാൻ ഈ ചെയ്തു എന്ന് പറയുന്ന ഒഫൻസ് 2016 10 വർഷം മുമ്പ് എന്റെ ബ്ലോഗ് പോസ്റ്റിലൂടെ, പിന്നെ 2022 ഓഗസ്റ്റില് എന്റെ വീഡിയോ ചാനലിലൂടെ ഞാൻ ചെയ്ത കുറ്റം എന്ന് പറയുന്നത് ഇരയുടെ പേര് വെളിപ്പെടുത്തി എന്നുള്ളതാണ്. ആ ഒരു കുറ്റകൃത്യത്തിന്റെ പരമാവധി 2 വർഷമേ പണിഷ്മെന്റ് ഉള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്യേണ്ടത് സംഭവം നടന്ന 3 വർഷത്തിനകം ആണ്. പക്ഷെ പരാതിക്കാരൻ 3.5 വർഷത്തിന് ശേഷമാണ് ഈ പരാതിയുമായിട്ട് പോയിരിക്കുന്നത്. ഒറ്റ കാരണം കൊണ്ട് ആ കേസ് എടുക്കാതിരിക്കാം. പക്ഷെ അതെടുത്തു. CMP ആയിട്ട് കൊടുത്ത ഒരു കേസാണെങ്കിൽ പോലും ഇതിനകത്ത് എന്റെ ഒരു വിശദീകരണം ഇതേവരെ ചോദിച്ചിട്ടില്ല. കോടതി എനിക്ക് നോട്ടീസ് തന്നിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിച്ചൊരു മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനൊരു വിശദീകരണം കോടതി പോലീസിനോട് ചോദിച്ചു. മ്യൂസിയം SHO അതിന് തൃപ്തികരമായ മറുപടി കൊടുത്തില്ല. അത് മനഃപൂർവ്വമല്ലേ? എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കില്ലേ നിയമവശം വെച്ച് എഴുതിയാൽ FIR ഇടാൻ പറ്റില്ല. അതുകൊണ്ട് മനഃപൂർവ്വം FIR ഇട്ട് മനഃപൂർവ്വം എനിക്കെതിരെ വ്യക്തിഹത്യ നടത്താനായിട്ട് ആരൊക്കെയോ ചേർന്ന് പോലീസിനെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു കേസാണ് ഇത് എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഇത് ഞാൻ ഹൈക്കോടതിയിൽ പോയി ക്വാഷ് ചെയ്ത് വാങ്ങിക്കാൻ തന്നെ തീരുമാനിച്ചു. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ എനിക്ക് പിന്തുണയുമായിട്ട് എത്തിയത് കൊണ്ട് ഞാനിപ്പോൾ ഒരുറച്ച തീരുമാനത്തിൽ എത്തി നിൽക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം എന്നോട് ആവശ്യപ്പെട്ടാൽ
ഞാൻ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും. എന്നെ പോലെയുള്ള ഒരാൾക്ക് പോലീസിൽ നിന്ന് ഇത്തരം അനുഭവമാണ് ലഭിക്കുന്നതെന്നുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് എന്തായിരിക്കും സ്ഥിതി? ഇത് മാറണം, മാറിയേ തീരൂ. മാറാത്തത് ഇനി മാറും, ഉറപ്പ്. എന്റെ എല്ലാ പ്രിയപ്പെട്ടവരും എനിക്ക് നൽകുന്ന ഈ പിന്തുണയും സ്നേഹവും വിലമതിക്കാനാവാത്തതാണ്. വളരെ നന്ദി.